ഹലോ ഗൈസ്, വളരെ എളുപ്പത്തിലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് തന്നെ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അതിനുശേഷം ആ മിക്സി ജാറിലേക്ക് തന്നെ പുതിനയിലയും കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ പച്ചമുളകും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. വേറൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വീഴ്ത്തി അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പിന്നെ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആവശ്യത്തിന് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 3 തക്കാളി എടുക്കുന്നുണ്ട്, അതും കൂടെ ഇട്ട് നന്നായിട്ട് അതൊന്ന് വരണ്ട് വന്നതിന് ശേഷം ഈ ഒരു പരുവത്തിലൊക്കെ ആകുമ്പോൾ നേരത്തെ മാറ്റി വെച്ച പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. പിന്നെ ചിക്കൻ, കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് വേവിച്ച ചിക്കനാണ് ഇതിലോട്ട് വീഴുന്നത്. അത് നന്നായിട്ടൊന്ന് ചൂടായതിന് വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ചിക്കൻ മസാല ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇടുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന പുതിനയില മിക്സ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. കറി വെന്ത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും കുറച്ച് സവാളയും കൂടെ ഫ്രൈ ചെയ്ത് ഇതിലോട്ട് കാണാം കേട്ടോ, വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ശേഷം ഇനി റൈസ് ഉണ്ടാക്കാം. അതിനൊക്കെ കുക്കർ എടുക്കുന്നുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും പട്ട ഗ്രാമ്പൂ ഏലക്ക കുറച്ച് സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അരിയുടെ അളവനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം കഴുകി മാറ്റി വെച്ചിരുന്ന കൈമ റൈസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കൈമ റൈസും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ചട്ടിയിൽ ദം ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഈ ഒരു പരുവത്തിലാണ് ആ ഗ്രേവി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ആദ്യം ലെയറായിട്ട് ഇട്ട് അതിനുശേഷം അതിൻ്റെ മുകളിൽ പിന്നെ കുറച്ച് അതിനുശേഷം റൈസ് ഇട്ട് പിന്നെ വറുത്ത് വെച്ച സവാള പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ട് മല്ലിയിലയും കൂടെ ഇട്ട് വീണ്ടും റൈസ് സെയിം മെത്തേഡ് തന്നെ എന്നിട്ട് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പോൾ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ രുചികരമായ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. ഒരു ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.